കരൂർ ഞാവളിൽ ആണ്ടൂക്കുന്നേൽ കുട്ടപ്പൻ സുശ്രീ ദമ്പതികളുടെ ഓർമ്മയ്ക്കായി 11 നിർധന കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടുകളുടെ സമർപ്പണം നടന്നു. ഞാവളിൽ ആണ്ടൂക്കുന്നേൽ കുര്യൻ ചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കരൂർ വൈദ്യശാലപ്പടിയിലെ ഇൻഫന്റ് ജീസസ് നഗർ നിർമ്മിച്ച 11 വീടുകളുടെ വെഞ്ചരിപ്പ് കർമ്മം പാലാ ബിഷപ്പ് മാർ ജോസഫ് ക്ലറിങ്ങാട്ട് നിർവഹിച്ചു. പുതുതായി നിർമ്മിക്കുന്ന 14 വീടുകളുടെ കല്ലിടൽ കർമ്മവും ബിഷപ്പ് നിർവഹിച്ചു. മനോഹരമായ ഒരു ടൗൺഷിപ്പ് പോലെ ഇത് ആക്കി മാറ്റി. വീടുകൾ വരുമ്പോൾ അങ്ങനെയാണല്ലോ, ചെറിയ മലയും കുന്നും ഒക്കെയുള്ള പ്രദേശമാണെങ്കിലും നാളെ താമസം വരുമ്പോഴേക്കും അതിനെല്ലാം വലിയ വ്യത്യാസങ്ങൾ വരും. ഇൻഫന്റ് ജീസസ് നഗർ എന്ന് ഇതിന് പേര് കൊടുത്തിരിക്കുന്നു വളരെ ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നു. മക്കൾക്ക് മാതാപിതാക്കളുടെ ഓർമ്മ ഇമ്മോർട്ടലായിട്ട് നിർത്താൻ ഉത്തരവാദിത്തമുണ്ട്. മക്കൾ തന്നെയാണ് ആ ഇമ്മോർട്ടാലിറ്റി. ഈ ചാച്ചൻ്റെയും ഈ അമ്മച്ചിയുടെയും മക്കളും അവരിൽ നിന്ന് വരുന്ന കൊച്ചുമക്കളുമാണ് ആ അപ്പൻ്റെയും ആ അമ്മയുടെയും ഇമ്മോർട്ടാലിറ്റി, അമർത്യത, അനശ്വരത എന്നെല്ലാം പറയുന്നത്. ഇതോടൊപ്പം നിർമ്മാണം പൂർത്തീകരിച്ച ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എംപിയും അടൂർ പ്രകാശ് എംപിയും ചേർന്ന് നിർവഹിച്ചു. സമ്മേളന ഉദ്ഘാടനം ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ നിർവഹിച്ചു. ഫ്രാൻസിസ് ജോർജ് എംപി അധ്യക്ഷനായിരുന്നു. അടൂർ പ്രകാശ് എംപി മുഖ്യപ്രഭാഷണം നടത്തി. പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാഴപ്ലാക്കൽ, കരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അനസ്യ രാമൻ, സജേഷ് ശശി, അഡ്വക്കേറ്റ് ബിജു പുനന്താനം, ബിനീഷ് ചുണ്ടച്ചേരി, അന്ത്യാളം പള്ളി വികാരി ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ, കരൂർ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് കുളങ്ങര എന്നിവർ പങ്കെടുത്തു. ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ ബോബിക്ക് എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ബോബിക്ക് ഇതുപോലെ അവസരം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 25ഓളം, ഇന്നിപ്പോൾ 11 വീടുകളുടെ താക്കോൽ ദാനം നൽകിയെങ്കിലും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വരുന്ന നാളുകളിൽ 14 വീടുകൾ കൂടി പൂർത്തീകരിച്ച് ഇവിടെ കൊടുക്കാൻ പോകുന്നു. തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയാണ് പ്രിയപ്പെട്ട ബോബിയും കുടുംബാംഗങ്ങളും നമ്മുടെ മുൻപാകെ വെച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് വീടുകൾ എന്ന് പറയാൻ കഴിയില്ല. ഈ ഒരു ഭൂപ്രകൃതി എല്ലാം കാണുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഇത് റിസോർട്ടുകൾ സ്ഥിതി ചെയ്യുന്ന രീതിയിലാണ്. ഇതെല്ലാം വില്ലകളാണ്. റിസോർട്ട് വില്ലകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ മനോഹരമായി ഇത് പ്ലാൻ ചെയ്ത് റോഡിൻ്റെ ഇരുവശത്തും വീടുകൾ നിർമ്മിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണ സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടുകൂടി അത് ഏറ്റവും നന്നായി ചെയ്യുക തീർച്ചയായിട്ടും ദൈവത്തിന് പ്രീതികരമാകുന്ന അപ്പോഴാണ്.